പത്തരമാറ്റ് സീരിയലിൻ്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശബരിമലക്ക് അയ്യപ്പന്മാരെല്ലാം തന്നെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കട്ടെ നയന. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സൊക്കെ എടുത്തിട്ട് നയന അങ്ങനെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഗോവിന്ദൻ വന്ന് പറയുന്നുണ്ട്, മോളെ അമ്പലത്തിലേക്ക് പോകുന്നത് കൊള്ളാം, സ്റ്റെപ്പ് ഇറമ്പുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയും. അപ്പം നയന പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു കുഴപ്പമില്ല, ആദർശേട്ടൻ്റെ അമ്മ പോലും എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങി, പിന്നെ എനിക്ക് മാത്രം എന്താ കുഴപ്പമെന്നങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കായിരിക്കട്ടെ നയന. ഇതേ സമയത്തിന് കനകദുർഗയും നന്ദും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇനി അയ്യപ്പ ദർശനം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് പോകണോ പോകണ്ടയോ എന്ന് മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അവിടെ നിന്ന് ആദർശിൻ്റെ അമ്മ വിളിച്ചാൽ മാത്രം അങ്ങോട്ടേക്ക് പോയാൽ മതി എന്നായിരുന്നല്ലോ മോളുടെ തീരുമാനം, അത് അങ്ങനെ തന്നെ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയാണ് ഗോവിന്ദൻ. അപ്പം നന്ദു പറയുന്നുണ്ട്, അത് തന്നെ, ചേച്ചിയുടെ വാക്കിന് വില തരാതെ ചേച്ചിനെ ഉപദ്രവിക്കുന്ന ആ വീട്ടിലേക്ക് ഇനി ചേച്ചി പോവേണ്ട കാര്യമൊന്നുമില്ല. ഇത് ആദർശേട്ടനെ എടുത്തു തന്ന വീട് തന്നെയാണല്ലോ, ഇങ്ങോട്ടേക്ക് ആദർശേട്ടന് എപ്പോൾ വേണമെങ്കിലും വരാലോ എന്ന് പറയും. അപ്പം കനകദുർഗയും പറയുന്നത്, അതേ മോളെ, നിനക്ക് വിലയില്ലാത്ത വീട്ടിലേക്ക് നീ ഇനി പോവേണ്ട കാര്യമില്ല, ആദർശിൻ്റെ അമ്മ വിളിച്ചാൽ മാത്രം നീ ഇനി അങ്ങോട്ടേക്ക് പോയാൽ മതി. ഇത് ആദർശ് എടുത്തു തന്ന വീടായതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ആദർശിന് ഇവിടെ വന്ന് നിൽക്കാം. ഇനിയിപ്പോൾ 7 മാസമാവുന്ന സമയത്തിന് നവ്യമോളയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുമല്ലോ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് എന്നോർത്ത് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. കെട്ടിച്ച് വിട്ട പെൺപിള്ളേർ അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊരു സന്തോഷവും സമാധാനവുമാണ് എന്ന് പറയും. അപ്പം നയന പറഞ്ഞിട്ട്, എനിക്കും അങ്ങനെ തന്നെയാണ് അമ്മേ, അവിടെ നിസ്സാരം കാര്യങ്ങൾക്കാണ് വെറുതെ ഓരോ വഴക്കുണ്ടാവുന്നത്, അതെന്തിനാണ് ഉണ്ടാക്കുന്നത് എന്ന് പോലും എനിക്കറിയത്തില്ല. ഇവിടെ നിന്നാൽ എനിക്ക് മനസ്സമാധാനമുണ്ട്, അതുതന്നെയാണ് എൻ്റെ ആഗ്രഹമെന്ന് പറയും നയന. അങ്ങനെ നയന കുളിക്കാൻ പോകുന്ന സമയത്തിന് കനകദുർഗയും അവിടെ നിന്നങ്ങ് പോവും. അപ്പം നന്ദു പോകാൻ തുടങ്ങുന്ന സമയത്തിന് ഗോവിന്ദൻ പറയുന്നുണ്ട്, അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഇനി നീ ഒരിക്കലും അനിയെ കാണാൻ ശ്രമിക്കരുത് എന്ന് പറയും. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാനാണോ അനിയെ കാണാൻ ശ്രമിക്കുന്നത്? ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്നതല്ലേ, ഇങ്ങോട്ടേക്ക് വരണ്ടായെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് താക്കീത് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനിയും വന്നാൽ എന്ത് ചെയ്യും? ആ ചെറുക്കൻ്റെ രീതികളും പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ആ ചെറുക്കൻ്റെ മനസ്സിൽ നീ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് അങ്ങനൊരു ചിന്ത അനിയുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വളരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് നീ ആയിട്ട് ഒരുപാട് അടുപ്പത്തിനൊന്നും പോവണ്ട, ഇത്തിരി അങ്ങ് അകന്ന് നിന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് ഗോവിന്ദൻ പറഞ്ഞിട്ട്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോടൊരു വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, അനിയുടെ കാര്യം പറഞ്ഞ് എന്നെ വിവാഹത്തിനിങ്ങനെ നിർബന്ധിക്കണ്ട, ഇപ്പോഴാണ് അച്ഛനും അമ്മയും ഒന്ന് പറഞ്ഞു നിർത്തിയത്. വിവാഹം കഴിഞ്ഞ 2 പെൺകുട്ടികളും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷമാണെന്ന്. അതുകൊണ്ട് ഏതായാലും എന്നെ വിവാഹത്തിന് നിർബന്ധിക്കേണ്ട കേട്ടോ, ഞാൻ സമ്മതിക്കില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ വിവാഹം ഒരു കുരുക്കായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് കുറച്ച് കാലത്തെങ്കിലും ഞാനൊന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു അങ്ങ് പുറത്തേക്ക് പോവും. അപ്പോഴേക്കും ഗോവിന്ദൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതാട്ടോ കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലെത്തിയതിനു ശേഷം ഞാൻ ഇങ്ങനെ മരമുരുകിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, ശബരിമലക്ക് പോയവർക്ക് നല്ല ദർശനം കൊടുക്കണം. ആദർശേട്ടൻ ശബരിമലക്ക് പോയി വന്നതിന് ശേഷം എൻ്റെ അമ്മായിയമ്മ എന്നെ മനസ്സിലാക്കണേ, എൻ്റെ അമ്മായിയമ്മ എന്നെ അംഗീകരിക്കണേ എന്നൊക്കെ ആയിരിക്കട്ടെ നയന പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം കനകദുർഗ ചോദിക്കുന്നുണ്ട്, മോൾ എന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കും. നയന ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് അമ്മയെ പ്രാർത്ഥിക്കാനുള്ളത്, ശബരിമലക്ക് പോയവർക്കൊക്കെ നല്ല ദർശനം കിട്ടണേയെന്നും എൻ്റെ അമ്മായിയമ്മ എന്നെ അംഗീകരിക്കണേയെന്നും തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കനകദുർഗ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ എൻ്റെ മനസ്സിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, എല്ലാം കണ്ട് ഈശ്വരൻ നന്നാക്കി തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കനകം. അപ്പോഴേക്കും പൂജാരി ഇറങ്ങി വന്ന് അവർക്ക് പ്രസാദമൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നയനോട് ചോദിക്കുന്നുണ്ട്, കുറച്ച് നാളായാലോ ഇങ്ങോട്ടേക്ക് വന്നിട്ട്, ഇപ്പം എങ്ങനെയുണ്ട്, അമ്മായിയമ്മക്ക് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയാനേ. എന്നിട്ട് പൂജാരി പറയുന്നത്, അന്ന് ആ ഓപ്പറേഷൻ്റെ സമയത്ത് എന്തായിരുന്നു, അച്ഛനും മകനൊക്കെ ഒത്തിരിയധികം സങ്കടമായിരുന്നു. മോളിവിടെ വന്ന് തൊഴുതിരുന്നില്ലേ, അന്നേരം തന്നെ ഞാൻ പറഞ്ഞില്ലേ കരകൾ കൊടുക്കാൻ ആരെങ്കിലും വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കും. അല്ല മോളെ, കുറച്ച് നാളായാലോ നിന്നെ ഇങ്ങോട്ടേക്ക് കണ്ടിട്ട് എന്നിങ്ങനെ പൂജാരി ചോദിക്കുന്ന സമയത്ത് തന്നെ നയന പറയും, എനിക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യാതിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നതെന്ന് പറയും. അപ്പോഴെന്നെ അതെന്താ ഇത്ര വലിയ അസുഖമായിരുന്നു എന്നിങ്ങനെ പൂജാരി ചോദിക്കുന്ന സമയത്തിന് കനകദുർഗ പറയുന്നത് പനിയായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇത്രയും ദിവസം ഒന്ന് ചോദിക്കുന്ന സമയത്തിന് കനകദുർഗ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പനിയല്ലേ, കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാട്ടോ. എന്നിട്ട് കനക പറയുന്നുണ്ട്, എൻ്റെ നയനമോൾക്കും ആദർശനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണേ തിരുമേനി എന്ന് പറയും. അപ്പോൾ തിരുമേനി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, ഇവിടെ മൂർത്തി സാറും മുത്തശ്ശി വന്നിട്ട് നയനമോൾക്കും ആദർശന് വേണ്ടിയിട്ടുള്ള എല്ലാ വഴിപാടും ചെയ്യാറുണ്ട്, അവരെന്നും അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അത് തന്നെ ധാരാളമാണ്. മൂർത്തി സാർ എപ്പോഴും പറയാറുണ്ട്, ആ വീട്ടിലേക്ക് കയറി വന്ന മഹാലക്ഷ്മിയാണ് മോളെന്ന്. ആ നാവിൽ നിന്ന് അങ്ങനെയൊന്നും പറഞ്ഞു കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ആൾക്കാരെ അരിച്ചും മുറിച്ചും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് മൂർത്തി സാറ്. അതുകൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ചിട്ട് മോള് വിഷമിക്കൊന്നും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കനകദുർഗയും നയനയും തൊഴുതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഈ സമയത്തായിരിക്കും ജലജയും ദേവേനും ഇങ്ങനെ അമ്പലത്തിൽ വന്നിട്ട് കാറ് പാർക്ക് ചെയ്യുന്നത്. ജലജ ആദ്യം തന്നെ ഇവരെ കാണും. ഈ സമയത്തിന് കനകദുർഗ പയ്യെ നയനെ ഇങ്ങനെ അവിടെ നിന്നും പിടിച്ചിറക്കുകയാണ്.
അപ്പോഴേക്കും ജലജ ഇങ്ങനെ ദേവയാനിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ദേ ആരാ വന്നേക്കുന്നേ നോക്കിയെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കും. എന്നാൽ അവരെ കാണുന്ന സമയത്തിന് ദേവയാനി ചോദിക്കുന്നുണ്ട്, അവൾക്ക് എന്താ അസുഖം, അവൾ എന്തിനാ കനകം ഇങ്ങനെ പിടിച്ചറക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അവൾക്ക് വല്ല വിശേഷം കാണുമായിരിക്കും, ആർക്കറിയാം, കുറച്ച് ദിവസമായില്ലേ അവൾ വീട്ടിൽ നിന്ന് പോയിട്ട് അവിടെ പോയി നിൽക്കുന്നത്. ആ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അമ്മ അവളായിരിക്കുമെങ്കിലും അച്ഛൻ ആദർശമായിരിക്കില്ല എന്നും പറയും. അപ്പോൾ ദേവേനിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് അമ്പലത്തിൽ വന്ന് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഞാൻ ഉള്ള കാര്യമാണല്ലോ പറഞ്ഞത്, അവൾമാരുടെയൊക്കെ സ്വഭാവം ഇങ്ങനത്തെയാണല്ലോ എന്ന് പറയും. അപ്പോൾ ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട്, നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്ക് ആ അമ്പലത്തിലേക്ക് അങ്ങ് ഇറങ്ങിയെന്ന് പറയും. അവരങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തിന് കനകദുർഗ ഇവരെ കാണാണ്. എന്നിട്ട് മോളെ ദേ ആരാ നോക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയനക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അവരെ കണ്ട ഉടനെ തന്നെ നയന പറയുന്നുണ്ട്, അമ്മ എന്നെ പിടിച്ചു നടത്തുന്നത് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുമെന്ന് പറയും. പിടിച്ചു നടത്താത്തത് കൊണ്ട് തന്നെ പയ്യെ ഇങ്ങനെ നടന്നു വരികയായിരിക്കും നയന. ഈ സമയത്തിന് ദേവയാനിയും അടുത്തെത്തും. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇവൾക്ക് എന്താ വല്ല അസുഖമുണ്ടോ, ഇവൾ എന്തിനാണ് നിങ്ങളിങ്ങനെ പിടിച്ചു നടത്തുന്നത് എന്ന് ചോദിക്കും. അപ്പോഴേക്കും കനകദുർഗക്ക് ഒരു ടെൻഷനായിരിക്കും. എന്നിട്ട് കനകദുർഗ പറയുന്നുണ്ട്, അസുഖമൊന്നുമില്ല, പനിയായിരുന്നു, നല്ല ക്ഷീണമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പയ്യെ ഇങ്ങനെ പിടിച്ചു നടത്തിയെന്നേ ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, നിനക്ക് തലകറക്കോ വോമിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോടി എന്ന് ചോദിക്കും. അപ്പോഴേക്കും കനക പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അല്ല കുറച്ച് ദിവസമായില്ലേ വീട്ടിൽ പോയി നിൽക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്ന സമയത്തിന് കനകക്ക് അങ്ങ് ദേഷ്യം വരും. അതെ, ഇത് അമ്പലമായി പോയി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ അങ്ങ് പറഞ്ഞേനെ, എൻ്റെ മോൾക്ക് നല്ല പനിയായി പോയി, അതിൻ്റെ ഒരു ക്ഷീണം അവൾക്കുണ്ട്, അതുകൊണ്ട് അവളിങ്ങനെ നടക്കുന്നത്, അതിൻ്റെ ക്ഷീണം കൊണ്ടാണ് അവൾ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയനയും പിടിച്ചുകൊണ്ട് തന്നെ പയ്യെ അവിടെ നിന്നങ്ങ് പോവാട്ടെ കനകദുർഗ. എന്നാൽ നയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കനകദുർഗ അത്രയും കെയറിങ്ങോടെ അവിടെ നിന്നങ്ങ് നടന്നു പോകുന്ന സമയത്തിനൊക്കെ ദേവേനിക്ക് എന്തോ ഒരു സംശയം തോന്നിക്കൊണ്ട് തന്നെ ദേവേനി നയനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴെന്നെ ജലജ പറഞ്ഞിട്ട്, വാ നമുക്ക് തൊഴാൻ പോവാം, അവളെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജലജ ദേവേനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവും. പിന്നീട് കാണിക്കുന്നത് അനാമികയായിരിക്കും. നന്ദു തന്നെ എടുത്തിട്ട് ചവിട്ടിയ ആ ഒരു സീന് തന്നെയായിരിക്കും അനാമികയുടെ മനസ്സിൽ. എന്നിട്ട് അത് ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി വന്ന് പറഞ്ഞിട്ട്, മോളെ അവൾ എവിടെ വരെ എത്തിയെന്ന കാര്യം നീ ഒന്ന് വിളിച്ചു നോക്കിയെന്ന് പറയും. അപ്പോഴേക്കും ഞാൻ വിളിക്കത്തില്ല എന്നിങ്ങനെ അനാമിക പറയുന്ന സമയത്ത് തന്നെ രേവതി പറഞ്ഞിട്ട്, അതെ നീ അങ്ങനെ വിളിക്കാതിരുന്നാലൊന്നും ശരിയാവില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ അവർ പോകുന്ന സമയത്ത് നീ ഒന്ന് വിളിച്ചു നോക്കിയെങ്കിലും ചെയ്യണം, എങ്കിലല്ലേ നിന്റെ ഉള്ളിൽ അവനോട് സ്നേഹമുണ്ട് എന്ന കാര്യം അവന് മനസ്സിലാക്കുള്ളൂ, അതുകൊണ്ട് നീ ഒന്ന് വിളിക്കുമോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതി ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് അനാമികയെ. അപ്പോൾ അനാമിക പറഞ്ഞിട്ട്, അവരെ ഞാൻ എന്തായാലും വിളിക്കത്തില്ല, വേണമെങ്കിൽ ഞാൻ അഭിയേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറയും. അബി എങ്കിൽ അബിയെ നീ ഒന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതി ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. എന്നിട്ട് അബീനെ ഇങ്ങനെ വിളിച്ചു നോക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും, എന്നാൽ കേൾക്കുന്നത് തമിഴിലായിരിക്കും. എന്നിട്ട് അനാമിക ചോദിക്കുന്നുണ്ട്, ഇതെന്താ ശബരിമല തമിഴ്നാട്ടിലൊന്നുമല്ലല്ലോ, എന്നിട്ട് ഇതിൽ കേൾക്കുന്നത് തമിഴാണല്ലോ എന്ന് പറയും. അപ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, എന്താ അവനെ വിളിച്ചിട്ട് കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നിങ്ങനെ അനാമിക പറയുന്ന സമയത്തിന് രേവതി ഇങ്ങനെ അനാമികയെ ഉപദേശിക്കാൻ നോക്കുകയാണ്. രേവതി പറയുന്നുണ്ട്, മോളെ നീ ഇനി കുറച്ചെങ്കിലും അനിയോട് സ്നേഹമൊക്കെ കാണിച്ചു തുടങ്ങണമെന്ന് പറയുന്ന സമയത്തിന് അനാമിക പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ, എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ തന്നെ അവർ മര്യാദക്കാവാനുള്ള വഴിയും നമ്മളുടെ കയ്യിലുണ്ട്, അവർക്ക് അവരുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പുറത്തറിയുന്നത് വലിയ നാണക്കേടാണ്, എന്തെങ്കിലും ആ വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് അവർ പുറത്തറിയാതെ നോക്കും, അതുകൊണ്ട് തന്നെയാണല്ലോ വിഷം ഉള്ളിലേക്ക് ചെന്നിട്ട് പോലും ആ ഒരു വിവരം പുറത്തറിയാതെ അവർ നോക്കിയത്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ന്യൂസ് വരുവാണെങ്കിൽ അത് ഓൺലൈൻ ചാനലിൽ അങ്ങ് പബ്ലിഷ് ചെയ്തതോടുകൂടി തന്നെ അവരങ്ങ് പഠിച്ചോളും എന്നൊക്കെയാണ് അനാമിക പറയുന്നത്. അപ്പം രേവതി പറഞ്ഞു കൊടുക്കുന്നൊരു മോളെ അതൊക്കെ അവസാന കൈയായിട്ട് നോക്കിയാൽ മതി, ഇപ്പം തൽക്കാലം നമ്മുടെ അവിടുത്തെ ലക്ഷ്യം സ്വത്തുക്കൾ മാത്രമാണ്, അത് അത്യാവശ്യം നമ്മുടെ കയ്യിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡിവോഴ്സ് ആയാലും കുഴപ്പമില്ല, പിന്നെ നിനക്കൊരു കുഞ്ഞും കൂടെ ആവുകയാണെങ്കിൽ അത് ഏറ്റവും എളുപ്പമായിരുന്നു എന്നിങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുന്ന സമയത്തിന് അനാമിക പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ലമ്മേ. അപ്പം രേവതി വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും അനിയോടൊന്ന് ഇഷ്ടത്തോടു കൂടി മുന്നോട്ട് പോ, അങ്ങനെയാണ് മോളെ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുന്ന സമയത്തിന് അനാമിക വീണ്ടും പറയുന്നുണ്ട്, അതൊന്നും ഒരിക്കലും നടക്കില്ലമ്മേ, അവൻ്റെ മനസ്സിൽ നിറച്ചും അവളാണ്, അതുകൊണ്ട് തന്നെ അവനോട് ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാനോ സ്നേഹത്തോടെ കഴിയാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്ത് രേവതിക്ക് അത് സങ്കടമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് ദേവേനെ ജലജയും തൊഴുതിങ്ങനെ നിൽക്കുന്ന സമയത്തിന് പൂജാരി ഇറങ്ങി വന്നുകൊണ്ട് തന്നെ പ്രസാദമൊക്കെ കൊടുക്കും. എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട്, കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് കുറഞ്ഞു എന്നൊക്കെ പറയും. അപ്പോൾ പൂജാരി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, എന്നും ഇങ്ങോട്ടേക്ക് മൂർത്തി സാറ് വരാറുണ്ട്, എന്നിട്ട് നയനമോൾക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ വഴിപാടുകളും ചെയ്യാറുണ്ട്, മൃത്യുഞ്ജയ ഹോമമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ നടത്തുന്നത് എന്നൊക്കെ പറയട്ടെ പൂജാരി. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തിയുടെ പേരിൽ അങ്ങനെ നടത്തുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവളുടെ പേരിൽ എന്തിനാ അങ്ങനെയൊക്കെ നടത്തുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിക്കാട്ടോ ദേവയാനി പൂജാരിയോട്. അപ്പോൾ പൂജാരി ചോദിക്കുന്നുണ്ട്, ഇപ്പോഴല്ലേ അവരിവിടെ നിന്ന് പുറത്തേക്ക് പോയത്, അപ്പോൾ നിങ്ങൾ കണ്ടില്ലായിരുന്നോ, കണ്ടപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചൂടായിരുന്നോ എന്ന് ചോദിക്കും. എന്നിട്ട് പൂജാരി പറയുന്നുണ്ട്, ഏതായാലും മൂർത്തി സാർ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരുടെയും പേര് ദിവസേന വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജാരി അകത്തേക്ക് പോവും. ആ സമയത്തിന് ജലജ ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി അവൾക്ക് എന്തെങ്കിലും ഒരു മാറാരോഗം കാണുമോ ഏട്ടത്തി, അതൊരു പക്ഷേ നമ്മളെന്നും അറിയാതെ അവർ വിവാഹം നടത്തിയതായിരിക്കും,
മിക്കവാറും അത് അച്ഛനും ആദർശനൊക്കെ അറിയാമായിരിക്കും, അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയും. എന്നാലും ദേവേന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു സംശയം പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നയനായിരിക്കും. നയന അമ്പലത്തിൽ വന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം അമ്പലത്തിൽ വെച്ച് ദേവേനെ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ ആദർശനെ വിളിച്ച് അറിയിക്കുന്നത്. ആദർശൻ ഇത് കേൾക്കുന്ന സമയത്തിന്റെ ഭയങ്കര സന്തോഷമായിരിക്കും. നയന പറയുന്നുണ്ട് ഒരുപാടൊന്നും സംസാരിച്ചില്ല, എന്നാലും പെട്ടെന്ന് പോന്നു എന്നിങ്ങനെ പറയുന്ന സമയത്തിന് ആദർശ് ചോദിക്കുന്നുണ്ട്, ആ അമ്മയോട് പയ്യെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പറഞ്ഞതാണ്, എന്നാലും അമ്മ അമ്പലത്തിലേക്കൊക്കെ പോന്നോ എന്ന് ചോദിക്കും. എന്നിട്ട് ആദർശ് നയനോട് കുറച്ച് സംസാരിച്ചതിന് ശേഷം ഫോൺ കട്ടാക്കിക്കൊണ്ടതിന് ഈ വിവരങ്ങളെല്ലാം തന്നെ ജയനോട് പറയാണ്. അപ്പോൾ ജയൻ പറഞ്ഞിട്ട് ഇന്ന് ഏതായാലും അയാൾ അമ്പലത്തിൽ പോകുമെന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. നമ്മൾ രണ്ടുപേരും അയ്യപ്പ ദർശനത്തിന് വേണ്ടിയിട്ട് പോകുന്നതല്ലേ, അതുകൊണ്ട് തന്നെ അയാൾ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പായിരുന്നു എന്ന് പറയും. അപ്പോഴേക്കും അജയൻ അനിയോട് ചോദിക്കുന്നുണ്ട്, അനാമിക മോള് നിന്നെ വിളിച്ചില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അനി പറഞ്ഞിട്ട് അങ്ങനെ അവൾ എന്നെ വിളിക്കാനൊന്നും പോകുന്നില്ല, അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സ്വാർത്ഥതയുള്ള പെണ്ണിനാണ് നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് എൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്നും പറയാട്ടോ അനി. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ പറയാൻ പറ്റുമോ, ആ പെണ്ണിനെ നീ തന്നെയല്ലേ കണ്ടുപിടിച്ചത്, നിനക്ക് ആദ്യം അതിനോട് വല്ല ഇഷ്ടമല്ലായിരുന്നോ എന്നും ചോദിക്കും. അപ്പോൾ അനി പറഞ്ഞിട്ട് അവൾ എനിക്ക് ഇഷ്ടമല്ല എന്ന കാര്യം ഞാൻ ആദർശേട്ടനോട് കല്യാണത്തിൻ്റെ തലേന്നേ പറഞ്ഞതാന്ന് പറയും. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, തലേന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോടാ, അതൊക്കെ നേരത്തെ പറയണമായിരുന്നു എന്ന് പറയാട്ടോ. അപ്പോൾ ജയൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നിൻ്റെ കുടുംബജീവിതം തകരുക എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും തന്നെയായിരിക്കട്ടോ ജയൻ ഇങ്ങനെ അധികം ഉപദേശിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അനാമികയായിരിക്കും. നവ്യ ഇങ്ങനെ അമ്പലത്തിൽ തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തിന് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കും അനാമിക. നവ്യെ കണ്ട ഉടനത്തിന് എടി എന്നങ്ങ് വിളിക്കാട്ടോ. എന്നിട്ട് നവ്യ ഇങ്ങനെ നോക്കുന്ന സമയത്തിന് അനാമിക പറഞ്ഞിട്ട്, എടി നിന്നെ കാണണമെന്ന് ഓർത്ത് ഞാൻ ഇവിടെ കാത്തു നിൽക്കുമായിരുന്നു, ഞാൻ അവിടെ നിന്ന് പോന്നപ്പോഴേക്കും നീ വലിയ സന്തോഷത്തിലായിരിക്കുമല്ലേ, ആ വീട്ടിലേക്ക് ഞാൻ ഇനി ഒരിക്കലും വരരുത് എന്നായിരിക്കും നിന്റെ ആഗ്രഹം എന്നൊക്കെ പറയും. അപ്പം നവ്യ പറഞ്ഞിട്ട് നിന്റെ കയ്യിലിരിപ്പിന് നീ അങ്ങോട്ടേക്ക് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, എൻ്റെ വീട്ടിൽ കയറി എൻ്റെ നയനെ പിടിച്ച് തള്ളാൻ മാത്രം നിനക്ക് ആരാടി അധികാരം തന്നത് എന്നൊക്കെ ചോദിക്കട്ടെ നവ്യ. അപ്പോൾ അനാമിക ചോദിക്കുന്നത്, എന്ത് എൻ്റെ വീടോ, അത് ആദർശേട്ട് നിങ്ങൾക്ക് എടുത്തു തന്ന വീടല്ലേ, ഓ അനിയത്തിമാരെല്ലാം തന്നെ ആദർശേട്ടിനെ സോപ്പിട്ട് കൊണ്ട് തന്നെ ഉള്ളതെല്ലാം അങ്ങ് വാങ്ങിച്ചെടുക്കുവാണല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം നവ്യ പറഞ്ഞിട്ട്, അതെ അങ്ങനെ സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയൊക്കെ ചെയ്യും, നിന്റെ ഭർത്താവ് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നോർത്ത് ആദർശേട്ടന് അങ്ങനെയൊന്നും അല്ല എന്ന് പറയാട്ടോ. അപ്പോൾ അനാമിക പറഞ്ഞിട്ട്, ഓ നിനക്ക് എന്നെ കുറ്റം പറയാം, നിന്റെ ഭർത്താവും അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കും. നവ്യ പറഞ്ഞിട്ട്, അതെ അത് ഞാൻ അംഗീകരിച്ചു, പക്ഷേ നിന്റെ കാര്യം അങ്ങനെയൊന്നും അല്ലല്ലോ, നിന്റെ ഭർത്താവ് അനി തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അനാമിക പറഞ്ഞിട്ട്, അനി എന്നെ സ്നേഹിക്കാനാണെങ്കിൽ അതെനിക്ക് നിഷ്പ്രയാസം സാധിക്കും, പക്ഷേ അതിന് ഞാൻ ശ്രമിക്കാത്തതാണ്, ആരുടെയും സ്നേഹം എരുന്ന് വാങ്ങിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർക്കൊക്കെ എന്നെ നോക്കാൻ നന്നായിട്ട് അറിയാം, അതിനുള്ള ആസ്തിയും അവർക്കുണ്ട്, പക്ഷേ നിന്റെ കാര്യം ഏതായാലും അങ്ങനെയല്ല, നിന്റെ വീട്ടുകാർക്ക് അഷ്ടിക്ക് വകയില്ലാത്തത് കൊണ്ട് തന്നെ നിന്നെ പിടിച്ച് ഉന്തിയാലും ചവിട്ടിയാലും എന്ത് തന്നെ ചെയ്താലും നീ അവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാനല്ലേ ശ്രമിക്കുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ നവ്യ തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഓ അങ്ങനെ അഷ്ടിക്ക് വകയില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലേ വല്യമ്മ നിനക്ക് സമ്മാനമായിട്ട് തന്ന ആ 25 പവൻ്റെ മാല നീ നിന്റെ അമ്മയുടെ കയ്യിലേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിട്ടത് എന്ന് ചോദിക്കും. എന്നാൽ നവ്യ ഇത് തുറന്നടിച്ചങ്ങ് ചോദിക്കുന്ന സമയത്ത് തന്നെ ആകെ ഷോക്കായി ഞെട്ടലോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.